എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുഴുങ്ങല റൊട്ടി എന്ന് പറയും, കണ്ണൂരിൽ നിന്ന് പുഴുങ്ങപ്പത്തിലി എന്ന് പറയും. ചെമ്മീൻ്റെ പുഴുങ്ങല റൊട്ടിയാണ്. അതിനാദ്യം ചെമ്മീൻ ഒരു 1/4 കിലോ ചെമ്മീൻ മഞ്ഞളും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശാലോ ഫ്രൈ ചെയ്താൽ മതി. ഇത് നമ്മളെ ചെമ്മീൻ ഫ്രൈ ആയിരിക്കുകയാണ്. 1 കപ്പ് തേങ്ങയാണ് എടുക്കേണ്ടത്. കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് അരച്ചെടുക്കുക. ഇതെങ്ങനെ ഇതേ ഒരു തരിതരിപ്പായിട്ട് നന്ന മതിയാണ്ട് തരിതരിപ്പിൽ അരച്ചെടുക്കണം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 ഉള്ളി, മീഡിയം സൈസ് 3 ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി മറ്റേ തേങ്ങയിലിട്ടുകൊണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക് ചേർത്തിട്ട് വഴറ്റുക. എന്നിട്ട് അത് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പിന്നെ ചെറുതായിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. നമ്മളെ ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. പിന്നെ അരി അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങലരി 2 കപ്പ് പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ 4 മണിക്കൂർ സോക്ക് ചെയ്യാം. അതിലേക്ക് 1/2 കപ്പിൻ്റെ അത്ര തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഉള്ളി, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അത്ര ചെറിയ ജീരകം, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കാം. മിക്സിയിൽ കുറച്ച് നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പത്തിരി പൊടി ഞങ്ങൾ നബീസ് പത്തിരി പൊടിയുമായി ചെയ്യുന്ന ഒരു സ്പോൺസർഷിപ്പ് വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 5K റുപ്പീസ് തരുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. നല്ല പ്രൊഡക്ട്സ് മാത്രമേ ഏറ്റെടുക്കൂ. അങ്ങനെ കണ്ട് ലൊട്ടോളം സാധനങ്ങളൊന്നും ഏറ്റെടുക്കില്ല. ഓരോ പ്രൊഡക്റ്റിന് അത് മോള് വീഡിയോ എടുക്കുന്ന സമയത്ത് മോള് പറയുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു രസത്തിന് അവിടെ കിടന്നോട്ടെ, സ്പോൺസർഷിപ്പൊന്നുമല്ല, അവൾ ചുമ്മാ അങ്ങനെ പറയുന്നതാണ്. ഇപ്പം നമ്മളത് നന്നായിട്ട് ആ മാവ് റെഡിയാക്കി. ഇനി നമ്മൾ വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. ആ മാവ് നമ്മൾ ഇങ്ങനെ ഒരു ബോൾ ആക്കിയെടുത്തിട്ട് അത്
പരത്തി കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. അതിലേക്ക് ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ഇത് 2 എണ്ണം പരത്തണം, കാരണം നമ്മൾ ഒന്നിനെ കൊണ്ടത് കവർ ചെയ്യണം. എന്നിട്ട് ആ ഫില്ലിങ്സ് ഫുള്ള് നന്നായിട്ടൊന്ന് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ അത് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈയോട് ഇതേ ഞാനിപ്പോൾ കൊടുത്ത പോലെ അങ്ങനെ അത് ക്ലോസ് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുക. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ പുഴുങ്ങല റൊട്ടി, ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ തലശ്ശേരി റെസിപ്പിയാണ് കാണിക്കുന്നത്. കണ്ണൂരുണ്ടാവും ആ തേങ്ങ മിക്സ് ഉണ്ടാവില്ല, നമ്മൾ പിന്നെ ഉള്ളി പച്ചമുളക് അതൊക്കെ വഴറ്റി ഫ്രൈ ചെയ്ത് ചെമ്മീനൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കണ്ണൂരുകാരുണ്ടാക്കൽ. ഇത് തലശ്ശേരി സ്റ്റൈലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലശ്ശേരി പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ വീട് തലശ്ശേരിയാണ്. എൻ്റെ തലശ്ശേരി റെസിപ്പിയും കൂടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റാണ് ചെമ്മീൻ്റെ പുഴുങ്ങല റൊട്ടി. ഇതുപോലെ നമുക്ക് അയക്കുറ വെച്ചിട്ടോ ആവോല് വെച്ചിട്ടൊക്കെ മീൻ വെച്ചിട്ടും ചെയ്യാം. സെയിം ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം മീൻ ഫ്രൈ ചെയ്തിട്ട് ആ കൂട്ടിൽ വെച്ച് കൊടുത്താൽ മതി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.